ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കോപ്പറേറ്റീവ് ബാങ്ക് എക്സാം പ്രിപ്പറേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912ഉം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അങ്ങനെ രണ്ട് ആക്ടുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904നെ കുറിച്ചാണ് പഠിച്ചത്. ഇനി ആദ്യം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 എന്താണെന്ന് നോക്കാം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 നിലവിൽ വരാൻ കാരണം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904ന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസ് എല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 നിലവിൽ വരുന്നത്. അപ്പോൾ ആദ്യം എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904ന്റെ ലിമിറ്റേഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ ആക്ട് പ്രൊവൈഡഡ് ഫോർ ദി ഓർഗനൈസേഷൻ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓൺലി. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഫോർമേഷന് വേണ്ടി മാത്രമായിരുന്നു നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, there was no provision for the organization of non-credit societies, federal type societies, cooperative unions. അതായത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ഫെഡറൽ ടൈപ്പ് സൊസൈറ്റി, കോപ്പറേറ്റീവ് യൂണിയന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് അവിടെ പ്രൊവിഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഫോർമേഷന് വേണ്ടി മാത്രമായിരുന്നു അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പോയിന്റ്, ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വാസ് അൺസയന്റിഫിക്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ മെയിനായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, റൂറൽ സൊസൈറ്റി എന്നും അർബൻ സൊസൈറ്റി എന്നും. ആ ക്ലാസിഫിക്കേഷൻ അൺസയന്റിഫിക് ആണ്. അപ്പോൾ ഇതും കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904ന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ഇനി അടുത്തത്, there was no provision for the distribution of profit. അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റിന് പ്രൊവിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ മെമ്പേഴ്സിന് ഡിവിഡൻഡ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആക്ട് പ്രകാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 4 ലിമിറ്റേഷൻസിനെല്ലാം മറികടക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ 4 ലിമിറ്റേഷനും പരിഹരിച്ചുകൊണ്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 നിലവിൽ വരുന്നത്. എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഒബ്ജക്റ്റീവ് പ്രൊമോഷൻ ഓഫ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് മെമ്പേഴ്സ്. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന പോലെ തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും മെയിൻ ഒബ്ജക്റ്റീവ് മെമ്പേഴ്സിന്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത്, ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ്. സെൻട്രൽ സൊസൈറ്റീസ് ലിമിറ്റഡ് ലയബിലിറ്റി, റൂറൽ സൊസൈറ്റീസ് അൺലിമിറ്റഡ് ലയബിലിറ്റി, അതർ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ലയബിലിറ്റി. അതായത് ഈ സൊസൈറ്റിയുടെ ലയബിലിറ്റി എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ സെൻട്രൽ സൊസൈറ്റിയുടെ ലിമിറ്റഡ് ലയബിലിറ്റിയും റൂറൽ സൊസൈറ്റിയുടെ അൺലിമിറ്റഡ് ലയബിലിറ്റിയും അതർ ടൈപ്പ് ഓഫ് സൊസൈറ്റിയുടെ ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഇനി അടുത്തത്, പ്രൊവിഷൻ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ്, ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ്, 1/4 of profit to reserve fund, up to 10% to charitable purpose, educational activities. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഈ ആക്ടിൽ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അത് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ടും അതുപോലെ തന്നെ റിസർവ് ഫണ്ടിലേക്ക് 1/4 ഓഫ് പ്രോഫിറ്റ് റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചാരിറ്റബിൾ പർപ്പസിനും എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് 10% മാറ്റി വെക്കുന്നുണ്ട്. ഇവിടെ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അടുത്തത്, ഹോൾഡിംഗ് ഓഫ് ഷെയർസ്. മെമ്പർ കുഡ് ഹോൾഡ് ഷെയർസ് മോർ ദാൻ ₹1000. മെമ്പേഴ്സിന് 1000 rupees കൂടുതലുള്ള എമൗണ്ട് ഷെയർസ് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ നെക്സ്റ്റ് വൺ, ആനുവൽ ഓഡിറ്റ്. ആനുവൽ ഓഡിറ്റ് ഓഫ് സൊസൈറ്റീസ് ഡൺ ബൈ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആനുവൽ ഓഡിറ്റ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണ്. നെക്സ്റ്റ് പോയിന്റ്, ഓഡിറ്റ് ഫീ. പ്രിസ്ക്രൈബ്ഡ് ഓഡിറ്റ് ഫീ ചാർജ്ഡ് ഓൺ ദി സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ഓഡിറ്റ് ഫീനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഓഡിറ്റ് ഫീ ഉണ്ടായിരുന്നില്ല. പക്ഷേ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ഒരു പ്രിസ്ക്രൈബ്ഡ് ഓഡിറ്റ് ഫീ പറയുന്നുണ്ട്. അടുത്ത പോയിന്റ്, ഡെപ്പോസിറ്റ് ആൻഡ് ലോൺസ്. ടു റിസീവ് ഡെപ്പോസിറ്റ് ആൻഡ് ലോൺസ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. ഇവിടെ ഡെപ്പോസിറ്റ് ആൻഡ് ലോൺസ് മെമ്പേഴ്സിൽ നിന്നും നോൺ മെമ്പേഴ്സിൽ നിന്നും റിസീവ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്ന് നോക്കാം. The Kerala Cooperative Societies Act established in 15th May 1969.
KCX ആക്ട് നിലവിൽ വരുന്നത് 15th May 1969 അത് നിലവിൽ വരുന്നത്. The Act has consolidated, amended and unified the law relating to cooperative societies in the state. Madras Cooperative Societies Act 1932, Travancore Cochin Cooperative Societies Act 1952, September 1. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 അതുപോലെ തന്നെ ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952 ഈ രണ്ട് ആക്ടുകൾ കൂടി ചേർന്നിട്ടാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്ന ഒറ്റ ആക്ട് 1969 നിലവിൽ വരുന്നത്. അതുകൊണ്ടാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കൺസോളിഡേറ്റഡ്, അമെൻഡഡ് ആൻഡ് യൂണിഫൈഡ് ലോ എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇത് മറക്കാൻ പാടില്ല. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1952 കൂടി ചേർന്നിട്ടാണ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 നിലവിൽ വരുന്നത്. അത് 15th Mayയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇനി ഫീച്ചേഴ്സ് ഓഫ് KCX ആക്ട് 1969. എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് KCX ആക്ട് 1969 ഉള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോപ്പറേറ്റീവ് യൂണിയൻ. സെക്ഷൻ 88 സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. സെക്ഷൻ 89 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സെക്ഷൻ 88ലാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 89 സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ താലൂക്ക് ലെവലിലുള്ള വർക്കായിരിക്കും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനിൽ നടക്കുക. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് സ്റ്റേറ്റ് ലെവലിലുള്ളത്. അപ്പോൾ സെക്ഷൻ 88ലാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 89ലാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നത്. Next one, cooperative tribunal. Section 81, cooperative tribunal for hearing appeal against the orders, awards or decisions of the registrar or arbitrator. Section 81ലാണ് കോപ്പറേറ്റീവ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. അതായത് കോപ്പറേറ്റീവ് ട്രിബ്യൂണലിൽ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നത് രജിസ്ട്രാറോ അല്ലെങ്കിൽ ആർബിട്രേറ്ററോ ആയിരിക്കും. കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ എന്തിനാന്ന് വെച്ചാൽ ഓർഡേഴ്സ്, അവാർഡ്സ് അല്ലെങ്കിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് കോപ്പറേറ്റീവ് ട്രിബ്യൂണൽ ആയിരിക്കും. രജിസ്ട്രാറും ആർബിട്രേറ്ററും ആയിരിക്കും ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ, അപ്പോയിൻമെന്റ് ആൻഡ് സർവീസ് കണ്ടീഷൻ. സെക്ഷൻ 80 ഡീൽസ് വിത്ത് ക്വാളിഫിക്കേഷൻ, സാലറി, സർവീസ് കണ്ടീഷൻ ഓഫ് ദി എംപ്ലോയീസ്. അപ്പോൾ സെക്ഷൻ 80ലാണ് എംപ്ലോയീസിന്റെ സർവീസ് കണ്ടീഷൻസും സാലറിയും അവരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നത് സെക്ഷൻ 80ലാണ്. ഇനി അടുത്തത്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഫോർ രജിസ്റ്ററിംഗ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ഫിക്സഡ് അറ്റ് 25. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മിനിമം 25 പേഴ്സൺസ് നിർബന്ധമാണ്. മിനിമം 25 പേഴ്സൺസ് നിർബന്ധമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ. In case of registration of industrial societies, except coir and handloom, minimum number of persons is fixed at 10%. എന്നാൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ കാര്യം അവിടെ മിനിമം 10% മതി. ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്യാൻ മിനിമം 10% മതി. പക്ഷെ എക്സെപ്റ്റ് കോയർ ആൻഡ് ഹാൻഡ്ലൂം, അതായത് കോയർ സൊസൈറ്റിയുടെയും ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും രജിസ്ട്രേഷന് വേണ്ടിയിട്ട് മിനിമം 25% വേണം. പക്ഷെ അതല്ലാതുള്ള ബാക്കി എല്ലാ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസും രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മിനിമം 10% എന്തായാലും വേണം. ഇനി അടുത്തത്, ലിമിറ്റഡ് ലയബിലിറ്റി. സൊസൈറ്റീസ് ഷാൾ ബി രജിസ്റ്റേർഡ് ഇൻ ദി സ്റ്റേറ്റ് ഓൺലി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. അതായത് ലയബിലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് സൊസൈറ്റിയുടെ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും അടുത്ത സൊസൈറ്റി.